ദീർഘനാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറുന്നതായി റിപ്പോർട്ടുകൾ. നിലവിൽ അദ്ദേഹത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ മാറുമ്പോൾ പകരം റോജി എം ജോൺ എംഎൽഎയുടെ പേരും ഉയർന്നെങ്കിലും ആന്റോ ആന്റണിയോ സണ്ണി ജോസഫ് എംഎൽഎയോ പ്രസിഡന്റ് ആയേക്കുമെന്നാണ് വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പുതിയ അധ്യക്ഷന് കീഴിൽ വേണമെന്ന ധാരണയിലാണ് നേതൃത്വത്തിന്റെ നീക്കങ്ങളെന്നും അറിയുന്നു. മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയ സുധാകരനോട് ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേതൃമാറ്റത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകി. സുധാകരനെ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. പദവിയിൽ നിന്നും മാറ്റുന്ന കാര്യത്തിൽ സുധാകരന്റെ അടുത്ത അനുയായികൾക്ക് അമർഷവുമുണ്ട്. ഇത് പരസ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സുധാകരനെ കൂടി അനുനയിപ്പിച്ചും വിശ്വാസത്തിലെടുത്തുമുള്ള നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. ദേശീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരനെ യാത്രയാക്കാൻ ഖാർഗെയൊപ്പം വസതിക്ക് പുറത്തേക്ക് വന്നതും അസാധാരണ കാഴ്ചയായി. അധ്യക്ഷ പദവിയിലെ മാറ്റം ചർച്ചയായില്ലെന്നാണ് സുധാകരന്റെ അടുപ്പക്കാർ നൽകുന്ന വിശദീകരണം. നേതാക്കൾ സുധാകരനെ കണ്ടത് പാർട്ടിയിൽ നിന്ന് പരാതികൾ വന്ന കൂടി സാഹചര്യത്തിലെന്നാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത്. സംസ്ഥാനത്ത് പാർട്ടിയുടെ നില പരുങ്ങലിലെന്ന് പലരും രാഹുൽ ഗാന്ധിയെ പരാതി അറിയിച്ചിരുന്നു. രാജ്യത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഭരണം പിടിക്കുകയെന്ന ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നേതൃത്വത്തിൽ പുതിയൊരു നിരയെ എത്തിക്കാനായിരുന്നു ആലോചന. എന്നാൽ സുധാകരൻ ഇതിന് തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അതേസമയം കെ സുധാകരൻ മാറുമ്പോൾ ഊർജ്ജസ്വലമായി പാർട്ടിയെ നയിക്കുവാൻ കരുത്തുള്ള ആരെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ഒരാളെ തന്നെ പരിഗണിക്കണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. പലരുടെയും മനസ്സിലുള്ളത് നിലവിലെ വടകര എം പി കൂടിയായ ഷാഫി പറമ്പിലിന്റെ പേരാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ അഭിപ്രായത്തോട് യോജിപ്പുണ്ട്. ഇന്നിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ വഴിയെ നടക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. നടപ്പിലും പ്രവർത്തനത്തിലും നിലപാടുകളിലും ഉമ്മൻചാണ്ടി തന്നെയാണ് ഷാഫി പറമ്പിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ഷാഫി പറമ്പിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. തന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഹൃദയത്തോട് ചേർന്ന പ്രസ്ഥാനത്തെ ജീവനായി കണ്ടുള്ള പ്രവർത്തനം അയാളെ എത്തിച്ചത് മികവാർന്ന പടവുകളിലേക്കായിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ KSUവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമായതോടെയാണ് ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2005 KSU പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയതോടെ രാഷ്ട്രീയത്തിൽ സജീവമായി. 2006 പാലക്കാട് ജില്ലാ പ്രസിഡന്റും തുടർന്ന് 2009 KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി. KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 2011 പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയോഗം ഷാഫിയെ തേടിയെത്തുന്നത്. CPMന്റെ കോട്ടയിൽ വിദ്യാർത്ഥി നേതാവായ ഷാഫി മത്സരിക്കുമ്പോൾ എല്ലാവരും പരാജയം പ്രവചിച്ചിരുന്നു. പക്ഷെ അന്തിമ വിജയം ഷാഫിക്ക് തന്നെയായിരുന്നു. 2011 കന്നി അംഗത്തിനിറങ്ങുമ്പോൾ ഷാഫിക്ക് പ്രായം 28 ആയിരുന്നു. ആദ്യ പോരാട്ടത്തിൽ തന്നെ CPMന്റെ KK ദിവാകരനെ തോൽപ്പിച്ചായിരുന്നു ഷാഫി നിയമസഭയിലെത്തിയത്. 2016 2021 വിജയം ആവർത്തിച്ചു. ഈ 2 തവണയും മണ്ഡലത്തിൽ ഷാഫി 2ാം സ്ഥാനത്തേക്ക് തള്ളിയത് BJPയുടെ ശോഭാ സുരേന്ദ്രനെയും E ശ്രീധരനെയുമാണെന്ന് പ്രത്യേകതയുമുണ്ട്. ആദ്യ വിജയത്തിന് ശേഷം പാലക്കാടുകാരുടെ പ്രിയപ്പെട്ട MLA ആയി മാറുവാൻ ഷാഫിക്ക് കഴിഞ്ഞിരുന്നു. പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രിയപ്പെട്ട ജനപ്രതിനിധിയായി അദ്ദേഹം നിലകൊണ്ടപ്പോൾ തുടർ വിജയങ്ങളായിരുന്നു ജനങ്ങൾ സമ്മാനമായി നൽകിയത്. 2021 തെരഞ്ഞെടുപ്പിൽ E ശ്രീധരനോടുള്ള വിജയം കേവലം കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്. CPMകാർ പോലും ആ വിജയത്തിൽ അന്ന് ആനന്ദം കണ്ടെത്തിയിരുന്നു. എല്ലാ രാഷ്ട്രീയം പേറുന്നവർക്കും ഷാഫി സ്വീകാര്യനാണ് എന്നതാണ് പ്രത്യേകത. ഒരേ സമയം മികച്ച ജനപ്രതിനിധിയും അതിലേറെ മികച്ച സംഘാടനകളും ആകുവാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2020 ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്തായിരുന്നു അദ്ദേഹം സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ സംസ്ഥാനത്തെമ്പാടും ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ യുവത്വത്തിനിടയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഓളം ചെറുതായിരുന്നില്ല. മതേതര പ്രതിച്ഛായുള്ള ആളാണ് ഷാഫി പറമ്പിൽ. എല്ലാ മതവിഭാഗങ്ങൾക്കും ഷാഫിയോട് വല്ലാത്തൊരിഷ്ടവുമുണ്ട്. വർഗീയതയോടും വിഘടനവാദത്തോടും സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഹിന്ദു ഭൂരിപക്ഷമുള്ള പാലക്കാട് മണ്ഡലത്തിലും ന്യൂനപക്ഷ വോട്ടുകൾക്ക് കൃത്യമായ സ്വാധീനമുള്ള വടകരയിലും ഒരേപോലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുവാനും അവർക്ക് വേണ്ടി നിലകൊള്ളുവാനും ഷാഫിക്ക് സാധിച്ചിട്ടുണ്ട്. 2011 പാലക്കാട് സീറ്റ് ഷാഫി ഏറ്റെടുക്കുമ്പോൾ അത് സേഫായ മണ്ഡലമൊന്നുമായിരുന്നില്ല.
അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ഏറ്റെടുക്കുമ്പോഴും. വടകരയിലെ വിജയം കോൺഗ്രസിലെ ഇന്നിന്റെ ക്രൗഡ് പുള്ളർ ഷാഫി തന്നെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ജനപ്രീതി ഉണ്ടെന്ന വിവിധ സർവേകൾ കണ്ടെത്തിയ LDFിലെ കരുത്തരായ കെ ശൈല ടീച്ചറെ നേരിടാനായിരുന്നു മുതിർന്ന നേതാക്കളെ മറികടന്ന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിച്ചത്. പാർട്ടിയുടെ വിശ്വാസം കാത്ത ഷാഫി വൻ ഭൂരിപക്ഷത്തിൽ വടകരയിൽ വിജയിച്ചു കയറുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നുവെങ്കിലും വിജയശില്പി ഷാഫി തന്നെയായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനും അത് ജനങ്ങളെ ബോധിപ്പിച്ച് തുടർച്ചയായി ജയിച്ചു വരാനും ഷാഫി പറമ്പിലിന് സാധിച്ചിട്ടുണ്ട്. വടകരയിലും തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങൾ ഷാഫിയുടെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരാണ്. ഉമ്മൻചാണ്ടിയെയാണ് ഷാഫി തന്റെ മാതൃകയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് പറഞ്ഞ ഷാഫി MLA ആയിരുന്നപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വലുതായിരുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ചകൾ നടക്കുമ്പോൾ വലിയൊരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സിലുള്ളത് ഷാഫി പറമ്പിൽ എന്ന പേര് തന്നെയാണ്. അതിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുമുണ്ട്. പ്രധാനമായും എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രവർത്തകരെയും ഒന്നിച്ചു നിർത്തി പാർട്ടി അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നേതാവ് ഷാഫിയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഒരേ സമയം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കുമെല്ലാം ഷാഫി സ്വീകാര്യനാണ്. ഷാഫി KPCCയുടെ അമരത്തേക്ക് വരുന്നതിൽ ലീഗിനും എതിർപ്പുണ്ടാകുവാൻ വഴിയില്ല. ഒരുപക്ഷെ കൂടുതൽ സന്തോഷം പകരുന്ന തീരുമാനവും ആയിരിക്കാം അത്. ലീഗ് നേതാക്കളും അണികളും അവരിൽ ഒരാളായിട്ടാണ് ഷാഫിയെ കാണുന്നത്. മറ്റ് സാമുദായിക സംഘടനകളുമായും ഷാഫിക്ക് അടുത്ത ബന്ധമുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഷാഫി പറമ്പിലിന്റെ കഴിവുകളിൽ കൃത്യമായ ആത്മവിശ്വാസമുണ്ട്. രാവിലത്തെ സാഹചര്യത്തിൽ സതീശനും KC വേണുഗോപാലും സുധാകരനും ഉൾപ്പെടെ നേതാക്കളുടെ നീണ്ട നിര തന്നെ ഷാഫിക്ക് വേണ്ടി നിലകൊള്ളുവാനും തയ്യാറാകും. സ്വയം ഒരു ആൾക്കൂട്ടമായി മാറുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഷാഫി പറമ്പിലിലേക്കാണ് കോൺഗ്രസിന്റെ അടുത്ത നേതൃത്വത്തെ പലരും നോക്കിക്കാണുന്നത്. പാർട്ടിയുടെ നേതൃത്വം എത്ര കണ്ട് ഷാഫിയെ ഉപയോഗപ്പെടുത്തുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.